നമ്മളിവിടെ വന്നപ്പോൾ നമ്മളൊരു കലാകാരിയെ കണ്ടുമുട്ടി. തളി ക്ഷേത്രത്തിനടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോഴും ആ നാട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ നാട്ടിലുള്ള കലാകാരന്മാരെയോ ഒക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താറുണ്ട്. കലാകാരിയുടെ പേര് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? എന്റെ പേര് ദൃശ്യ എന്നാണ്. ദൃശ്യ അമ്പലത്തിൽ വന്നാണോ രാവിലെ തളി ക്ഷേത്രത്തിൽ വരുന്നു? എവിടെ വീട്? ഞാൻ ഇവിടെ തന്നെ പറമ്പിൽ ബസാർ. ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരാറുണ്ടോ? വിശ്വാസിയാണ് അല്ലേ? ഓക്കെ. അപ്പം ദൃശ്യയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം ആദ്യം, അതിനുശേഷം വർത്തമാനത്തിലേക്ക് വരാം. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ശിവന്റെ ഒരു പിന്നെന്താ, തീർച്ചയായിട്ടും തളിയായതുകൊണ്ട് തന്നെ അതിന് മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയുള്ള കാര്യങ്ങൾ പാടാം. ഓ നമ ശിവായ, ഓ നമ ശിവായ, ചന്ദ്രകലാധര ശത്രുഹരാ, ചന്ദ്രകലാധര ശത്രുഹരാ. അത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർക്കുള്ളൂ. ആ ഒരു മൂഡ് അപ്പോഴേക്ക് സെറ്റായി അല്ലേ? അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ മൂഡ് സെറ്റ് ആയിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ കുന്നമംഗലം കോപ്പറേറ്റീവ് ബാങ്കിന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ്. പാട്ടിടയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് പാടാൻ പോകുന്നുണ്ടോ? കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സാധു ജീവിയാ. നമ്മൾ പറയുന്നിടത്ത് കൺട്രോൾ ചെയ്യുന്നിടത്ത് നിൽക്കും. ആനെ പോലെ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത്. അപ്പോൾ ഇടയ്ക്ക് പാട്ടും പിന്നെ സഹകരണ ബാങ്കിലെ ജോലി അല്ലേ? രണ്ടും കൂടി ക്ലിനിക്കാണ് അല്ലേ? സഹകരണ ക്ലിനിക്കിലാണ്. നീതി പോളി ക്ലിനിക്കാണ് അല്ലേ? അവിടെ മരുന്നൊക്കെ ഉണ്ടോ? അത്യാവശ്യം മരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത മരുന്നുള്ളൂ. സാധാരണ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നില്ലെന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സഹകരണ സ്ഥാപനത്തിൽ അത് കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വേണ്ട ചെറിയ പനി കാര്യങ്ങളൊക്കെ വന്നാൽ അവിടെ വന്ന കാര്യങ്ങൾ നടക്കും. ഒട്ടുമിക്ക അസുഖങ്ങൾക്കുള്ള മരുന്നുകളും അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. പഠിച്ചതൊക്കെ എവിടെയാ? ഞാനൊക്കെ ഇവിടെ തന്നെ, കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. ഏറ്റവും കൂടുതൽ കൈയിടി കിട്ടിയ വൈറലായ പാട്ടേതാ? അങ്ങനെ വൈറലായ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ റീസെന്റ് പെരിയോനെ പാടിയിട്ടുണ്ട്. അത് വേണ്ട, വേറെ പാടാം. ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാരും. അപ്പൊ ഞാന് പരമാവധി പാടിച്ചിട്ടേ വിടത്തുള്ളൂ. പരമാവധി പാടിക്കുന്നു. അങ്ങനെ വേണമല്ലോ അല്ലേ? അപ്പൊ ഞാന് ഈ ഒരു പാട്ട് പാടാം. രണ്ടാം ഭാവം എന്ന് പറഞ്ഞ പാട്ടിൽ ഫിലിമില്ലേ, അതിലത്തെ ഒരു പാട്ട് പാടാം. രണ്ടാം ഭാവം സുരേഷ് ഗോപിയുടെ സിനിമ അല്ലേ? നല്ല മനോഹരമായ പാട്ടുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. നമ്മുടെ സുഹൃത്ത് രഞ്ജൻ പ്രമോദ് ആയിരുന്നു അതിന്റെ സ്റ്റോറി. തീർച്ചയായിട്ടും നല്ല പാട്ടായിരുന്നു. അല്ല, ഫിലിമായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് തവണ കണ്ടു. ഓക്കെ. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടുരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിന്നൂല ഭാവം. അപ്പോൾ ഈ പ്രഭാതം ധന്യമായി. അപ്പോൾ മനോഹരമായ ദൃശ്യയുടെ പാട്ടോടുകൂടിയാണ് നമ്മൾ തളി ക്ഷേത്രത്തിൽ ഇന്നത്തെ വാർത്തായാത്ര ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഗംഭീരമാവട്ടെ എന്ന് ഞങ്ങളോട് തന്നെ പറയുന്നു. ഈ പാട്ട് കേട്ടിട്ട് ഗംഭീരമായിരിക്കും അല്ലേ? ഞാനും അങ്ങനെ തന്നെ പറയുന്നു. ഇന്നത്തെ ദിവസവും നന്നായിരിക്കും, ഗംഭീരമായിരിക്കട്ടെ. മൊത്തത്തിൽ എങ്ങനെയാ ഈ കോഴിക്കോട് മണ്ഡലത്തിലൊരു രാഷ്ട്രീയ അവസ്ഥയൊക്കെ? സാധ്യത ആർക്കാ? അങ്ങനെയൊന്നും പറഞ്ഞു. അടുത്ത മത്സരമാണോ? കുഴപ്പമില്ലാതെ മത്സരമാണ്. ഇത്തവണ നല്ല മത്സരമാണ് അല്ലേ? കോഴിക്കോട് എല്ലാ തവണയും ഉള്ളതുപോലെയല്ല, കടുത്ത മത്സരത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അല്ലേ? അപ്പം ഇവിടുന്ന് വീട് എവിടെ താമസിക്കുന്ന? ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ല, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. അപ്പം മിക്കവാറും എല്ലാ ദിവസവും അമ്പലത്തിൽ വരുമോ അതോ ആഴ്ചയിൽ ഒരിക്കൽ അമ്പലത്തിൽ വരിക, അല്ലെങ്കിൽ വിളി തോന്നുമ്പോൾ വരിക, അങ്ങനെയൊക്കെയാണല്ലോ? സമയം കിട്ടുന്ന സമയത്ത് വരും അല്ലേ? കാരണം വർക്കും പ്രോഗ്രാമും ഒക്കെ പ്രോഗ്രാം രാത്രി പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്ക് പോകും, ഗാനമേളയ്ക്ക് പോകും. ആണോ? ട്രൂപ്പിനൊപ്പമാണോ പോകുന്നത്? ട്രൂപ്പിനൊപ്പം ഫ്രീലാൻസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു ട്രൂപ്പ്, ഒരു പാഷനായിട്ട് പോകുന്നു. ഓക്കെ, വെരി ഗുഡ്, ഗ്രേറ്റ്, താങ്ക് യു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏത് പണി ചെയ്താലും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമുക്ക് ഈ പോളി ക്ലിനിക്കിലൊക്കെ ഇരിക്കുമ്പോൾ, ലാബിലല്ലേ, ലാബിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബോറടിക്കുകയൊക്കെ ചെയ്തേക്കാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ വളരെ മെക്കാനിക്കലായ ഒരു വർക്കാണ് അല്ലേ?
പക്ഷേ അതിനോടൊപ്പം നിങ്ങൾക്കൊരു കലയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ജീവിതം ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരിക്കും. ഞങ്ങളെ രീതി ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ഒരു തിരക്കുണ്ട്, അവിടെ ഇതൊന്നും ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല. തീർച്ചയായിട്ടും സമയം കിട്ടാല്ല. തിരക്കിനിടയിൽ പാട്ടും ഒരു പ്രൊഫഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 7 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ 7 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തോണ്ട് പിന്നെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അല്ലേ? അതിനിടയിൽ കൂടെ കുറച്ചൊക്കെ പാട്ട് പാടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ദൃശ്യമാണ് പരിചയപ്പെട്ടത്.